ഇൻ്റർനെറ്റ് ഒരു ഇൻഫർമേഷൻ ഹൈവേ പോലെയാണ്. വെബ്സൈറ്റുകളിലേക്കും സമൂഹ മാധ്യമങ്ങളിലേക്കും നമ്മെ കൊണ്ടുപോകുന്ന വളരെ സങ്കീർണമായ ശൃംഖലയാണത്. എപ്പോഴും നല്ല ട്രാഫിക്കാണ്. എല്ലാവരും വേഗത്തിൽ കടന്നു പോകുന്നു. റോഡിലെ ട്രാഫിക് സിഗ്നലുകൾ പോലെ ഈ ഓൺലൈൻ ഹൈവേയിലും മുന്നറിയിപ്പ് സിഗ്നലുകളുണ്ട്. അവ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം 3 മുന്നറിയിപ്പ് അടയാളങ്ങളെക്കുറിച്ച് പറയാം. വ്യാജ വാർത്തയുടെ സൂചനകളാണ് ഇവ. പോസ്റ്റോ ആർട്ടിക്കിളോ വായിക്കുന്ന സമയത്ത് ഇവ കണ്ടാൽ ഒരു നിമിഷം നിർത്തി പരിശോധിക്കുക. ആദ്യത്തെ മുന്നറിയിപ്പ് സൈൻ: വാർത്താ പോസ്റ്റ് നിങ്ങളിൽ കടുത്ത വികാരം ഉണ്ടാക്കുന്നതാണോ എന്ന് നോക്കുക. പ്രത്യേകിച്ചും ആശ്ചര്യമോ വെറുപ്പോ പോലെയുള്ള വികാരങ്ങൾ. ശക്തമായ വികാരം നിങ്ങളിൽ ഉണ്ടാക്കുന്നതാണോ പോസ്റ്റ്? എന്നാൽ ഓർത്തോളൂ, നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും അതുവഴി നിങ്ങളെക്കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാനും വേണ്ടി തന്നെ ഉണ്ടാക്കുന്നതാണ് അത്. ചിലപ്പോൾ അങ്ങേയറ്റം നല്ലതായ ചില കാര്യങ്ങൾ കാണും, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത്. ഇതും ഒരു കെണിയാണ്. രണ്ടാമത്തെ മുന്നറിയിപ്പ് സൈൻ: ഉദാഹരണത്തിന്, ഒരു പ്രത്യേക ഡയറ്റ് വഴി തടി കുറയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ആ ഡയറ്റിൻ്റെ ഗുണങ്ങൾ നിങ്ങൾ ഗൂഗിൾ ചെയ്തു നോക്കുന്നു. സ്വാഭാവികമായും നിങ്ങളുടെ വിശ്വാസം ശരിയാണെന്ന് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് ഓൺലൈനിൽ നിന്ന് കിട്ടുക. പേരോ മറ്റു വിവരങ്ങളോ ഇല്ലാത്ത ഒരു അക്കൗണ്ടിൽ നിന്ന് അടിസ്ഥാനമില്ലാത്ത കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു പോസ്റ്റ് വരുന്നു, വൈറലാകുന്നു. മൂന്നാമത്തെ മുന്നറിയിപ്പ് സൈൻ ഇതാണ്: മറ്റുള്ളവരായി ആൾമാറാട്ടം നടത്തി സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഏറെയുണ്ട്. നടൻ സുശാന്ത് സിംഗ് രാജ്പുത് ആത്മഹത്യ ചെയ്ത വാർത്ത വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് KK സിംഗിൻ്റെ പേരിൽ ട്വിറ്ററിൽ ഒരു അക്കൗണ്ട് പ്രത്യക്ഷപ്പെട്ടു. മകൻ്റെ മരണത്തെക്കുറിച്ച് CBI അന്വേഷണം അദ്ദേഹം ആവശ്യപ്പെട്ടെന്ന രീതിയിലുള്ള ഒട്ടേറെ പോസ്റ്റുകൾ അതിൽ വന്നു. എന്നാൽ അത് സുശാന്തിൻ്റെ പിതാവിൻ്റെ പേരിൽ മറ്റാരോ ഉണ്ടാക്കിയ വ്യാജ അക്കൗണ്ടായിരുന്നു. ഗായകൻ സോണു നിഗമിൻ്റെ പേരിലും ഇതുപോലെ വ്യാജ അക്കൗണ്ട് ഉണ്ടായിരുന്നു. ഇതിലൂടെ വന്ന ചില രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ അക്കൗണ്ടുകൾ വെരിഫൈഡ് ആണോ എന്ന് നോക്കാതെ ചില പ്രമുഖ മീഡിയ ഹൗസുകൾ വരെ ഈ പോസ്റ്റുകൾ ഏറ്റെടുത്ത് വാർത്തയാക്കി. പിന്നീട് ആ അക്കൗണ്ട് ഫേക്ക് ആണെന്ന് സുശാന്തിൻ്റെ വീട്ടുകാർ തന്നെ പറഞ്ഞപ്പോഴാണ് സത്യം എല്ലാവരും അറിഞ്ഞത്. ഒരു അക്കൗണ്ട് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ആണോ എന്ന് തിരിച്ചറിയാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു വെരിഫൈഡ് അക്കൗണ്ട് ആണോ? പ്രൊഫൈൽ ഫോട്ടോയും തന്നെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ യോഗ്യതയുള്ളയാളാണോ? ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അതൊരു മുന്നറിയിപ്പായി എടുക്കുക. ജാഗ്രത പുലർത്തുക.